നമ്മുടെ പ്രൊഡക്ട്സ് എത്ര നല്ല ഓഫർ ഇട്ടിട്ട് നമ്മുടെ സ്റ്റോറുകളിൽ വെച്ചാൽ, പ്രത്യേകിച്ച് റീറ്റെയിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത്തിരി മോശമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരുപാട് സൈഡിൽ നിന്നുള്ള കോമ്പറ്റീഷൻസ് നമുക്കിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും, പഴയ പോലെ അല്ല. അപ്പോൾ ഇനി നമുക്ക് ആ ജയന്റ് ബ്രാൻഡ്സ് ആയിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ. ഹായ്, നമസ്കാരം. എൻ്റെ പേര് സൽമാൻ. ഞാൻ മൈമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ മാനേജിങ് പാർട്ട്ണറാണ്. നമുക്ക് ഒരു ലാസ്റ്റ് 35 ഇയേഴ്സ് ആയിട്ട് കേരളത്തിൽ ടോയ്സിന്റെ ഹോൾസെയിൽ, അതുപോലെ റീറ്റെയിൽ, അതുപോലെ കിഡ്സിന്റെ പ്ലേ ഏരിയ എന്ന് പറയുന്ന കാറ്റഗറീസിലാണ് നമ്മൾ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാവുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നോക്കുന്നതാണ് അതിൻ്റെ ഒരു അഫോർഡബിലിറ്റിയും കൂടെ. ഞങ്ങളത് അങ്ങനെ ഒരു അഫോർഡബിൾ മെക്കാനിസം ആയിട്ട് എനിക്ക് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ബ്രാൻഡ് വിസിബിലിറ്റി ഇത്രയും കൂടെ ബെറ്റർ ആയതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ട്സ് എത്ര നല്ല ഓഫർ ഇട്ടിട്ട് നമ്മുടെ സ്റ്റോറുകളിൽ വെച്ചാലും, പ്രത്യേകിച്ച് റീറ്റെയിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത്തിരി മോശമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരുപാട് സൈഡിൽ നിന്നുള്ള കോമ്പറ്റീഷൻസ് നമുക്കിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും, പഴയ പോലെ അല്ല. അപ്പോൾ ഇനി നമുക്ക് ആ ജയന്റ് ബ്രാൻഡ്സ് ആയിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെക്നോളജി എത്രത്തോളം നമുക്ക് അഫോർഡബിൾ ആവുന്നു, എത്രത്തോളം നമുക്ക് പറ്റുന്നു, അത് നമുക്ക് അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിന്റെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുക്കുകയും അതിൽ ത്രൂ ഞങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുകയും ഉണ്ടായിട്ടുണ്ട്. അതായത് എറണാകുളത്ത് തന്നെയുള്ള, അതായത് ഞങ്ങളുടെ സ്റ്റോറിന്റെ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ റേഡിയസിലുള്ള ആൾക്കാരിൽ പോലും ഞങ്ങൾക്ക് ഇത്തിരിയും കൂടെ ഒരു ഓഫർ കൊടുത്തുകൊണ്ട്, ഒരു പ്രത്യേക ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട്. സപ്പോർട്ട് ടീമിന്റെ ബാക്ക് എൻഡ് സപ്പോർട്ടും നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ റീറ്റെയിലേഴ്സിനോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ എന്ത് വിൽക്കുന്നു, എത്ര രൂപക്ക് വിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ എത്രത്തോളം നന്നായിട്ട് പുറത്തേക്ക് നമുക്ക് അറിയിക്കാൻ പറ്റുന്നു എന്നതിലായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ഗ്രേറ്റ് കേരള ഫെസ്റ്റിവലിന്റെ ഭാഗമാകാം, നമുക്ക് നമ്മുടെ ബ്രാൻഡ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാം, കൂടുതൽ റീച്ച് എത്തിക്കാം, അതേപോലെ തന്നെ കൂടുതൽ കച്ചവടം നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.